അവൾ അവിടെ ഇരിക്കുക. അപ്പം അവനിങ്ങനെ കൈയെടുത്തിട്ട് വെറുതെ അപ്പൊ ഞാൻ ഓർത്തത് എന്തിനാ വെറുതെ എങ്ങനെ ചെയ്യണത് എന്തിനാ എന്ന്. നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 7 ബിന്നി ബിന്നി കുത്തിത്തിരിപ്പിന്റെ രാജകുമാരിയല്ലേ. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. കാരണം സന്തോഷിക്കാനുള്ള ഒരു വക, അതിന് ആസ്പദമായ ഒരു ക്ലിപ്പിംഗ് കിട്ടിയിട്ടുണ്ട്. എന്തൊക്കെയായിരുന്നു, എന്തൊക്കെ പുരോഗമനവാദികളായിരുന്നു, പുരോഗമനത്തിന്റെ അങ്ങ് പീക്കിൽ നിൽക്കുന്നത്. അത് ബിഗ് ബോസിന് അകത്തായിക്കോട്ടെ പുറത്തായിക്കോട്ടെ പുരോഗമനം. അതായത് ഈ പറയുന്ന അനിമോൾ എന്നൊരു കുലസ്ത്രീയാണ്, മനസ്സിലായോ? കുലസ്ത്രീയാണ്. നമ്മളൊക്കെ ഇപ്പൊ 80കളിലെ വസന്തമാണ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി അവിടെ വെച്ചിട്ട് ഈ അനിമോൾ പറഞ്ഞതൊക്കെ മോശമാകുന്നു, എന്റെ കണ്ണിന്റെ കുഴപ്പമാണ്, തേങ്ങയാണ് മാങ്ങയാണെന്ന് ഘോരം പ്രസംഗിച്ച നമ്മുടെ കുത്തിത്തിരിപ്പ് ബിന്നി ഡോക്ടർ എന്നാണ് മുമ്പിട്ടിരിക്കുന്നത്. ഏത് വകയിൽ ഡോക്ടറായെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഡോക്ടർ ആവാനുള്ള ഒരു യോഗ്യതയും ഇല്ല, കുത്തിത്തിരിപ്പ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇപ്പൊ വായിൽ നിന്ന് അങ്ങ് വീണു, വായിൽ നിന്ന് പുറത്തു വീണു. അവരുടെ ഇരിപ്പത്ര ശരിയല്ല കേട്ടോ. ആര് ഈ പറയുന്ന നമ്മുടെ ജിസേലിന്റെയും ആര്യന്റെയും ഇരിപ്പത്ര ശരിയല്ല. ഞാൻ ആ സംഭവത്തിന് ശേഷം ഞാനൊന്ന് ചെക്ക് ചെയ്തപ്പോഴാണ് അറിഞ്ഞത് അവൻ അവിടെ ഇവിടെയൊക്കെ കയറി കൈവയ്ക്കുന്നു. അത് എന്തിനോ എന്തോ ഒരു പിടിയില്ല. എനിക്ക് അത്ര സേഫായിട്ട് തോന്നിയില്ല. എനിക്ക് സേഫായിട്ട് തോന്നിയില്ല. നമുക്ക് പിന്നെ ചിലപ്പോ ഒരു ഫ്രണ്ട് ആയിരിക്കും, നമുക്ക് അങ്ങനെയല്ലേ പറയാൻ പറ്റുമോ? ശരിയാണടേ, നിനക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം നിങ്ങളുടെ ഗ്രൂപ്പല്ലേ, നിങ്ങളുടെ ഗ്രൂപ്പിനെ കുറിച്ച് പിന്നീട് മോശം പറയാൻ പറ്റുമോ? മറ്റേ അനിമോളാകുമ്പോൾ മറ്റേ ഗ്രൂപ്പ്, അതുകൊണ്ട് അവളെ കാമവെറിയോടുകൂടിയാണ് വന്ന് കെട്ടിപ്പിടിച്ചത്, ഉമ്മ വെച്ചതെന്ന് നിനക്ക് പറയാം, ഒരു പ്രശ്നവും ഇല്ല. അതെന്റെ ഗ്രൂപ്പ് അല്ലല്ലോ, ഇതിപ്പോ നമ്മുടെ ഗ്രൂപ്പ് അല്ലേ. എന്ത് ചെയ്യും? സത്യം ഞാൻ ബിന്നി കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ മുട്ടിയിടക്കാണ്. ഈ സംഭവം ആരെടുത്ത് പറയും എന്നുള്ളത് വളരെ രഹസ്യമായിട്ട് റെന ഫാത്തിമയോട് ഈ പറയുന്ന ആര്യൻ ജിസേൽ വിഷയം സംസാരിക്കുന്നുണ്ട്. അതിന്റെ ഒരു ചെറിയ ക്ലിപ്പിംഗ് ഞാൻ അവിടെ വെക്കാം. അത് നല്ല രീതിയിൽ, അത് സൗണ്ട് കുറവാണ്, നിങ്ങൾ നല്ല ശ്രദ്ധിച്ച് കേട്ടാലേ മനസ്സിലാവുള്ളൂ. ആ ഒരു ക്ലിപ്പിംഗ് ആദ്യം കേട്ടോ. എനിക്ക് ഇതുവരെ ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷെ ഈ ഇൻസിഡന്റ് വന്നില്ലേ അനിമോൾ പറഞ്ഞത്, അതിനുശേഷം ഞാൻ കുറച്ചുകൂടെ ശ്രദ്ധിക്കാറുണ്ട്. ഞാനും ആ സമയം ഞാനും ശ്രദ്ധിച്ചിട്ടില്ല. അത് കഴിഞ്ഞ് ശ്രദ്ധിച്ചപ്പോൾ അതായത് ഒരു പോയിന്റിൽ അവൾ അവിടെ ഇരിക്കുക. അപ്പം അവനിങ്ങനെ കൈയെടുത്തിട്ട് വെറുതെ അപ്പൊ ഞാൻ ഓർത്തത് എന്തിനാ വെറുതെ എങ്ങനെ ചെയ്യണത് എന്തിനാ എന്ന്. സാധാരണ നമുക്ക് കടന്നു വന്ന സ്റ്റേജ് അറിയില്ല, ചിലപ്പോ ഇനി വയ്യാത്തോണ്ടാണ് സമയത്ത് അല്ല, അങ്ങനെയല്ല. ഈ ഒരു ഇൻസിഡന്റിന് ശേഷമാണ് ഞാൻ നോക്കിയത്. തെറ്റായിട്ടുള്ള രീതിക്കല്ല പറയുന്നത്. ആ റെഫ്ലക്ഷൻ വരുന്നതൊക്കെ നല്ലതാണ്. പക്ഷെ എനിക്ക് തോന്നിയൊരു കാര്യമാണ്, ഒരു തമ്മിലൊരു നല്ലൊരു ബോണ്ട് ഉണ്ട്, അതും കെമിസ്ട്രി നല്ല രീതിക്കുണ്ട്. അതും സംതിങ് മോർ ദാൻ ഫ്രണ്ട്ഷിപ്പ്. അതെനിക്കറിയില്ല. സംതിങ് മോർ ദാൻ ഫ്രണ്ട്ഷിപ്പ്. നിങ്ങൾക്ക് മനസ്സിലായി കാണില്ല. ഒരിക്കൽ കൂടി നമ്മളിത് കേട്ടിട്ട് വ്യക്തമായി പറഞ്ഞു തരാം. ഓക്കെ, എനിക്ക് ഇതുവരെ ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷെ ഈ ഇൻസിഡന്റ് വന്നില്ലേ അനിമോൾ പറഞ്ഞത്, അതിനുശേഷം ഞാൻ കുറച്ചുകൂടെ ശ്രദ്ധിക്കാറുണ്ട്. ഞാനും ആ സമയം ഞാനും ശ്രദ്ധിച്ചിട്ടില്ല. അത് കഴിഞ്ഞ് ശ്രദ്ധിച്ചപ്പോൾ അതായത് ഒരു പോയിന്റിൽ അവൾ അവിടെ ഇരിക്കുക. അപ്പം അവനിങ്ങനെ കൈയെടുത്തിട്ട് വെറുതെ അപ്പൊ ഞാൻ ഓർത്തത് എന്തിനാ വെറുതെ എങ്ങനെ ചെയ്യണത് എന്തിനാ എന്ന്. സാധാരണ നമുക്ക് കടന്നു വന്ന സ്റ്റേജ് അറിയില്ല, ചിലപ്പോ ഇനി വയ്യാത്തോണ്ടാണ് സമയത്ത് കേട്ടില്ലേ? നിങ്ങൾ കേട്ടില്ലേ? മനസ്സിലാകാം. അതായത് ഇവർ ഈ വിഷയം സംസാരിക്കുകയാണ്. അനിമോള് പറഞ്ഞതിന് ശേഷം ഞാൻ ഈ ആര്യനെയും ഈ ജിസേലിനെയും ഞാൻ വാച്ച് ചെയ്യാറുണ്ട്. ഒരു ടൈമിൽ ഒരു സമയത്ത് ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ആര്യൻ കൈയെടുത്ത് ഈ പറയുന്ന ജിസേലിന്റെ എവിടെ, അത് ആംഗ്യമാണ് കാണിക്കുന്നത്, നമുക്ക് ഇതിനകത്ത് മനസ്സിലാവുന്നില്ല എവിടെയാണ് വെച്ചതെന്ന്. അത് സംസാരിക്കുന്നില്ല, ആംഗ്യം കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഈ കൈയെടുത്ത് ഇവിടെ വെച്ചു, എവിടെ വെച്ചു, അതെന്തിനാ? ഞാൻ ഇപ്പൊ ആലോചിച്ചു, അതെന്തിനാ കൈയെടുത്ത് അവിടെ വെച്ചത്? അല്ല, അവിടെ കൈ വെച്ച എന്താ പ്രശ്നം? ചിലപ്പോൾ വേറെ എവിടെയെങ്കിലും വെക്കും, ചിലപ്പോൾ അവർ ഉമ്മ വെച്ച് കളിക്കും, ചിലപ്പോൾ അവർ കെട്ടിപ്പിടിക്കും. അല്ല, എന്താ പുരോഗമനവാദം ഇപ്പൊ എവിടെ പോയി? പുരോഗമനവാദം ഇപ്പം എവിടെ പോയി? മറ്റൊരർത്ഥത്തിലാണോ പിടിച്ചത് എന്ന് തോന്നാൻ കാരണം എന്താ? ബിന്നി, കുത്തിത്തിരിപ്പ് ബിന്നി, ഇപ്പൊ എവിടെ പോയി നിന്റെ പുരോഗമനവാദം?
എവിടെ പോയി? ബാക്കി കേൾക്കാം. അല്ല അങ്ങനെയല്ല, ഈ ഒരു ഇൻസിഡന്റിന് ശേഷമാണ് ഞാൻ അത് നോക്കിയത്. തെറ്റായിട്ടുള്ള രീതിക്കല്ല പറയുന്നത്. ആ ഒരു അഫെക്ഷൻ വരുന്നതൊക്കെ നല്ലതാണ്. പക്ഷെ എനിക്ക് തോന്നിയൊരു കാര്യമാണ്, ഒരു തമ്മിലൊരു നല്ലൊരു ബോണ്ടുണ്ട്, അതും കെമിസ്ട്രി നല്ല രീതിക്കുണ്ട്. അതുണ്ടായിരുന്നു. സംതിങ് മോർ ദാൻ ഫ്രണ്ട്ഷിപ്പ്. അതെനിക്കറിയില്ല. അപ്പൊ നമ്മുടെ രണ പറയണത് അങ്ങനെ ഒരു അഫക്ഷനൊക്കെ വരുന്നതൊക്കെ നല്ലതാണ്. പക്ഷേ പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, അവർ സംതിങ് മോർ ദാൻ ഫ്രണ്ട്ഷിപ്പ്, അതായത് ഫ്രണ്ട്ഷിപ്പിനെ കാട്ടി വലുതെന്തോ ഉണ്ട്. പക്ഷെ നമുക്ക് കമാന്നൊരു അക്ഷരം മിണ്ടാൻ പറ്റും. ഇതിനങ്ങോട്ട് പറയുന്നുണ്ട്, അതായത് ചിലപ്പോ അവര് ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം, നമുക്ക് അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. അതെന്താ? സ്വന്തം ഗ്രൂപ്പ് ആയോണ്ടോ? സ്വന്തം ഗ്രൂപ്പ് ആയതുകൊണ്ട് അങ്ങനെ പറയാൻ പറ്റും. അല്ലെ മറ്റുള്ളൊരു ഗ്രൂപ്പ് ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അനുമോളായിരുന്നെങ്കിൽ ഇതിനെ നീ വേറൊരു രീതിയിൽ അവൻ അവിടെ കയറി പിടിച്ചു ഇവിടെ കയറി പിടിച്ചു വേറെ കാമ വെറിയോട് കൂടിയാണ് അവർ സ്പർശിച്ചത് എന്ന് നിനക്ക് പറയാൻ പറ്റും. ഇപ്പൊ എന്തായി? ഇപ്പൊ അവിടെ ഗ്രൂപ്പിലുള്ള അവരോട് ഒത്തു നടക്കുന്നവർക്ക് തന്നെ ഈ സംശയം ഇപ്പമുണ്ട്. അനുമോൾ പറഞ്ഞതിൽ കഴമ്പുണ്ട് എന്ന് അവർക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട്. പ്രേക്ഷകർ കുറെ പേര് ഈ പറയുന്ന എന്താണ് പുരോഗമനവാദത്തിന്റെ മുഖംമൂടി എടുത്ത് അണിഞ്ഞുകൊണ്ട് മറ്റതാണ് മറിച്ചതാണെന്നൊക്കെ പറയുന്നുണ്ട്. കണ്ണുള്ളവർക്കും കുറച്ച് സെൻസ് ഉള്ളവർക്കും കോമൺ സെൻസ് ഉള്ളവർക്കും ഈ പറയുന്ന ആ ഒരു വീഡിയോ കാണുമ്പോൾ എന്താണ് അവിടെ നടന്നിരിക്കുന്നതെന്ന് ചിന്തിക്കാനുള്ള ബുദ്ധി കാണും. അത് വേണ്ട. ഈ പറയുന്ന അനുമോളെ വെറുക്കുന്നവർക്ക് അത് പിന്നെ ഈ സദാചാരവാദിയെന്നോ കുലശ്രീ എന്നോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാം. ഇപ്പൊ ഇവർക്ക് ഇത് പറയാൻ വേണം വളരെ രഹസ്യമായിട്ട് ബിഗ് ബോസും കൂടി കേൾക്കാത്ത രീതിയിലാണ്. കാരണം ഇത് ആരുടെത്തെങ്കിലും പറയണം. ബിന്നി എന്ന് വെച്ചാൽ അവിടുത്തെ ഒരു 100 ക്യാമറ ഉണ്ട്, 101ാമത്തെ ക്യാമറയാണ് ബിന്നി. അതിന്റെ ഇടയിൽ വളരെ സൂം ചെയ്ത് പിടിക്കുന്ന ഒരാളാണ് ബിന്നി. മനസ്സിലായി? ഏത് അടി നടന്നാലും ശരി, എന്ത് പ്രശ്നം നടന്നാലും അതിന്റെ ഇടയിൽ ചെന്ന് സൂം ചെയ്ത് ഒരൊറ്റ അക്ഷരം മിണ്ടാതെ എല്ലാം പിടിക്കുന്ന ആളാണ്. അപ്പോ ഇതിന് ശേഷം ഇവര് വാച്ച് ചെയ്യുന്നു. അതിന് മുമ്പുള്ള പറയില്ല, മുമ്പേ ഇവർക്ക് അറിയാം ഇവരത് മിണ്ടാത്തേന്. ഇവള് പറഞ്ഞതിന് ശേഷം വാച്ച് ചെയ്യുന്നു. പറഞ്ഞതിന് ശേഷം ഞാൻ നോക്കിയപ്പോ അവന്റെ കൈ, അവനെന്തിനാ അവിടെ കയറി പിടിക്കുന്നത്? അവിടെ എന്തിനാ അവൻ കൈവയ്ക്കുന്നത്? എന്താ കൈവച്ച? പുരോഗമനവാദികൾക്ക് എന്ത് അവിടെ കൈവച്ച എന്ത് പ്രശ്നം? ഒരു പ്രശ്നമില്ലല്ലോ. പിന്നെ എന്താ പറഞ്ഞപ്പോ നിങ്ങൾക്കും സംശയം തോന്നി അല്ലേ? നിങ്ങൾക്കും തോന്നി. രണയ്ക്ക് പറയാനും വയ്യ. പറയാതിരിക്കും. എങ്ങനെ ഞാൻ സമ്മതിക്കും? നമ്മൾ അന്ന് കയറി പുരോഗമനവാദം കുറെ ഫൈറ്റ് ചെയ്തല്ലേ? അല്ല, നമുക്ക് അങ്ങനെ, അത് ചിലപ്പോൾ ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കും, നമുക്ക് അങ്ങനെയല്ലേ പറയാൻ പറ്റൂ. വാ, നിങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റൂ. നിങ്ങളുടെ ഗ്രൂപ്പ് ആയിപ്പോയില്ലേ, കൂടെ നിന്ന് ഇങ്ങനെ ജയ് വിളിച്ചില്ലേ? നീ എന്താ പറയുന്നത്? തേങ്ങയാണ് വാങ്ങേണ്ടത്, നീ കുലസ്ത്രീയാണ്, തേങ്ങയാണ്, നീ എന്ത് പറയുന്നത്? ഒരു പെൺകൊച്ചിന്റെ കുടുംബം വെച്ച് അല്ലെങ്കിൽ ജീവിതം വെച്ച് നിങ്ങൾ കളിക്കരുത് എന്നൊക്കെ വാദോരാതെ പ്രസംഗിച്ചവരാണ് ഇപ്പൊ വന്നിരുന്നത്. അവൾ പറയുന്നതിൽ കഴമ്പുണ്ട്. അതായത് അവൾ പറയുന്നതാണ് അതേ അലിഗേഷൻ അല്ലേ? ഇപ്പോ ഈ ബിന്നി എന്താ പറയുന്നത്? കൈ എടുത്ത് എവിടെ വെച്ചു? അതെന്തിനങ്ങനെ വെച്ചു? അവിടെ എന്താണ് സംശയമാണ്? അവിടെ മറ്റൊരു അർത്ഥത്തിലാണ് ആ കൈ അവിടെ വെച്ചു എന്നാണ് ബിന്നി പറയുന്നത്. അല്ലെന്ന് പറയാൻ പറ്റുമോ? മറ്റൊരു അർത്ഥത്തിലാണ് അവിടെ വെച്ചു എന്നിട്ട് ഇവരെ എന്നെ ന്യായീകരിക്കും. ചിലപ്പം വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. പുറത്ത് പറയാൻ പറ്റില്ലടേ, ഇതങ്ങ് തുറന്ന് സമ്മതിക്കാൻ പറ്റില്ല. കാരണം സ്വന്തം ഗ്രൂപ്പ് അല്ലേ. അനുമോള് പറഞ്ഞപ്പോ അത് വേറെ, ലെവല് പറഞ്ഞപ്പോ അത് വേറെ. അതുപോലെ ഈ പറയുന്ന രണയുടെ വാക്കുകളിൽ നിന്നും കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും രണയ്ക്കും ഇത് അറിയാം. പിന്നെ സ്വന്തം ഗ്രൂപ്പ് ആയതുകൊണ്ട് പറയാൻ പറ്റില്ല. എങ്ങനെ പോയി പറയും? ആരടുത്ത് പറയും? അക്ബറിന്റെ അടുത്ത് പോയി പറയാൻ പറ്റുമോ? ഒരിടത്തും പറയാൻ പറ്റൂല. അവരെവിടെ ഇരുന്ന് ഇപ്പം ഇവര് മൊത്തം ഇരുന്ന് വാച്ച് ചെയ്യണം എന്തൊക്കെയാണ് സംഭവിക്കുന്നത്. ഇവർ തമ്മിലുള്ള വാച്ചിന് അവർ ഭയങ്കര ബോണ്ടിങ്ങനെ എന്ന് പറയുന്നത്. ഈ ആര്യന്റെ ആദ്യത്തെ അപ്രോച്ചൊന്നും എന്റെ അടുത്തൊന്നും അപ്രോച്ചൊന്നും എനിക്ക് പിടിച്ചിട്ടില്ല. അവന് ഒരു കാര്യം കൊള്ളില്ല. എനിക്ക് അവനെ കണ്ണെടുത്തേ കണ്ടുകൂടാം. അവൻ വാ തുറന്ന് അബദ്ധം മാത്രമേ വിളിക്കുകയുള്ളൂ. അവൻ നോൺസെൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയൂ. കുറച്ച് ഈ പറഞ്ഞ പോലെ എന്താണ്, കുറച്ച് ഗെയിംസിൽ കളിക്കും എന്നല്ലാതെ അവനെ കൊണ്ട് വേറെ എന്തിനു പറ്റും എന്നൊക്കെയാണ് അവരുടെ ചർച്ച. മനസ്സിലായോ? അവൾക്ക് വാരിക്കൊടുക്കുന്നു, ആരും ഒന്ന് എന്തോ കുഴപ്പം, വാരിക്കൊടുത്ത കുഴപ്പം, കൈയിട്ട് പിന്നെ എവിടെയെങ്കിലും തൊട്ടാ പ്രശ്നമുണ്ട്, കെട്ടിപ്പിടിച്ച പ്രശ്നമുണ്ട്, പുതപ്പിനിടെ കിടന്ന് എന്ത് ചെയ്താലും നിങ്ങൾക്ക് എന്താ പ്രശ്നം? നിങ്ങൾ പുരോഗമനവാദികളല്ലേ? അങ്ങനെ പറയാൻ പാടില്ല. മോശം അങ്ങനെ പറയാൻ പാടില്ല. ഇപ്പോ പുരോഗമനവാദമൊക്കെ പോയല്ലേ? ഇപ്പൊ മനസ്സിലായല്ലേ? ഇത്രയേ ഉള്ളൂ. ഈ പുരോഗമനവാദങ്ങളൊക്കെ ഈ പറഞ്ഞു നടക്കുന്നത് അതൊക്കെ കപട മുഖങ്ങളാണ്. സ്വന്തം കാര്യത്തിൽ വരുമ്പോ അല്ല, മനസ്സിലായോ? അതൊക്കെ അങ്ങ് മാറും. സ്വന്തം വീട്ടിൽ നടക്കുമ്പോ ആ പുരോഗമനവാദം ഒരുത്തരും പറയില്ല. മറ്റുള്ളവരെ കണ്ടപ്പോ അങ്ങനെ ചെയ്തില്ല, അവൾ അങ്ങനെ ആണും പെണ്ണോട്ട് അവിടെ പോയി റൂം എടുത്ത് പിന്നീട് ഒരു ദിവസം താമസിച്ചു. അതെന്താ കുഴപ്പം? ആണും പെണ്ണുമല്ലേ? പ്രശ്നം എന്താ? അവര് ഈ പറഞ്ഞതുപോലെ പിന്നെ കല്യാണപ്രായമുള്ള, സ്വയമേ ചിന്തിക്കാൻ കഴിവുള്ള പ്രായപൂർത്തിയായ പെണ്ണുങ്ങൾ, അവർക്കെന്താ? നിങ്ങൾ എന്തിനാ തെറ്റായ കണ്ണുകൊടുക്കത്തില്ല? അപ്പൊ അവർ അപ്പുറത്തിപ്പുറത്ത് മാറിയായിരിക്കും കിടന്നത്. ശരിയാണ്. സ്വന്തം മോളാണെങ്കിലോ ഇത് പറയോ? പറയത്തില്ല. സ്വന്തം മോളാണെ വെളിയിൽ പറയും, ഇവിടുന്നേടി എന്തേടി പോയെന്ന് പറയും. ഞാൻ അങ്ങനെ ചെയ്യുള്ളൂ. ഞാൻ അങ്ങനെ അഴിച്ചൊന്നും വിടത്തില്ല. ഞാൻ പറയും
മനസ്സിലായോ? ഞാൻ പറയും. അപ്പൊ ഇത്രയേ ഉള്ളൂ. ദൈവം എന്ന ഒരാളുണ്ട്. മോഹൻലാല്, ലാലേട്ടാ വരുമ്പോഴേ എന്തായാലും ഞാൻ പറഞ്ഞല്ലോ, ഈ പറയുന്ന അനുമോൾക്ക് കിട്ടും, വയറ് നിറച്ച് കിട്ടും, അത് വേറെ കിട്ടുമ്പോ ഇതും കൂടി പറയണം. അവള് മാത്രമല്ല ബാക്കിയുള്ളവർക്ക് ഇങ്ങനെ ഒരു സംശയം തോന്നിയിട്ടുണ്ട് എന്നുള്ളത് കൂടി പറയണം. അതിനോടൊപ്പം പറയാനുള്ള ജിസേല് മറ്റൊരു കേസും കൂടി പറഞ്ഞ് അനുമോളുടെ അടുത്ത്, അനുമോളുടെ കട്ടിൽ കിടന്നപ്പോൾ ജിസേല് പറഞ്ഞ മറ്റൊരു കേസും ഉണ്ട്. നിനക്ക് ഇവിടെ ഇരുന്ന എല്ലാം കാണാം ഇല്ലേ? അനുമോൾ എനിക്കൊന്നും എല്ലാം ക്ലിയർ. അതല്ല, നിനക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടെന്ന് നമ്മൾ കുറച്ചും കൂടി കാണിച്ചു തരുമായിരുന്നു. നിനക്ക് കാണാൻ വേണ്ടി വേണമെങ്കിൽ നമ്മൾ ഇവിടെ ഒരു സെക്ഷൽ ആയിട്ടുള്ള സാധനം അല്ലെങ്കിൽ അവരുടെ കാമ കേളികൾ എനിക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞവളാ. അത് പറയുമ്പോൾ എടുക്കുമ്പോൾ അവർക്കൊരു ഉളുപ്പില്ല. കാരണം അവരവിടെ ജീവിച്ചു, അവർക്ക് ഇതൊന്നും ഒരു തേങ്ങയും ഇല്ല. മനസ്സിലായോ? പക്ഷെ മലയാളത്തിൽ അതിനർത്ഥമുണ്ട്. മലയാളത്തിൽ ഇതൊക്കെ വിഷയങ്ങളാണ്. മലയാളത്തിൽ ഇപ്പോഴും അതൊരു തെറ്റായിട്ട് തന്നെ കാണുന്ന സമൂഹമാണ് ഏറ്റവും കൂടുതലുള്ളത്. കുറെ പുരോഗതി തെറ്റൊന്നുമല്ല, ആണ് പെണ്ണുമല്ലേ, എവിടെ പോണെ കെട്ടിമറിഞ്ഞ് എന്ത് വേണം ചെയ്യാം, അത് പിന്നീട് അവരുടെ സ്വതന്ത്രമാണ്, അവർക്ക് ചിന്തിക്കാനുള്ള കഴിവുണ്ട് എന്നൊക്കെ പുരോഗമനവാദങ്ങൾ പറയും കുറെ എണ്ണം പേരിന്. മനസ്സിലായോ? എന്തായാലും ദൈവം എന്നുള്ള സംഭവമുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ക്ലിപ്പ് ഇപ്പം പുറത്തു വന്നത്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് രേഖപ്പെടുത്തി നമുക്ക് എടുക്കണം. ജയ് ഹിന്ദ്.